ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് മീഷോയുടെ ഓർഡർ വന്നപ്പോൾ ഓടിയത് കേട്ടോ. ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ കുറച്ച് കപ്പയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് റൈസ് കുക്കറിലുണ്ട്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചസ് കുറുമി. അപ്പോൾ ഇത് കഴിഞ്ഞ സൺഡേസിൽ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. സൺഡേ സ്പെഷ്യൽ തന്നെയാണ്. ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കപ്പയും ചോറൊക്കെയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ സൺഡേസിലാണെങ്കിലും ഇത് കഴിഞ്ഞ സൺഡേസിലൊന്നല്ല, ഏതോ ഒരു സൺഡേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 3-4 ആഴ്ചയായി, ഇപ്പോൾ ഒരു മാസത്തോളം ആയി തോന്നുന്നുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകി കേട്ടോ. അപ്പോൾ ഞാൻ മീഷോയിൽ കുറച്ച് പ്രോഡക്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയപ്പോഴത്തേക്കും നമുക്ക് ഈ മെത്തേൻ്റെ ഒന്നും, അതായത് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ പില്ലോ കവർ അങ്ങനെ എക്സ്ട്രാ വേറെ ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ രാവിലെ കഴുകിയിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് ഉണങ്ങുമല്ലോ, പിന്നെ അങ്ങനെയൊക്കെ അതന്നെ ഇടുകയാണ് ചെയ്യണത് കേട്ടോ. അല്ലാതെ ഒന്ന് മാറ്റിയിട്ട് അടുത്തത് അങ്ങനെ ഇടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കിടക്കണ ബെഡിലേക്ക് ഒന്ന് വാങ്ങി, പിന്നെ കിച്ചുമോള് തത്ത കിടക്കണം അതിലേക്ക് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കടയിൽ പോയിട്ട് ഇങ്ങനെ ബെഡ്ഷീറ്റ് ഇതുവരെ വാങ്ങിയിട്ടില്ല. നമ്മൾ പൊട്ടിക്കളിത്തെ വീട്ടിലാണെങ്കിലും ഇതുപോലെ മീഷോന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഒരുപാട് റേറ്റ് ഒന്നും കൊടുക്കണ്ട, ഒരു 250 രൂപയ്ക്ക് താഴെയായിട്ട് നമുക്ക് നല്ല ബെഡ്ഷീറ്റ് തന്നെ ഞാനങ്ങനെ ഇതുവരെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ലതിന് കിട്ടലുണ്ട്. അതേപോലെ തന്നെ പില്ലോ കവറും ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ അവർ തയ്ച്ചത് തന്നെയായിരിക്കും, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് തയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത് അലാസ്റ്റിക് ആയിരുന്നു കേട്ടോ സൈഡൊക്കെ. അപ്പോൾ മെത്തേക്ക് ഒന്നും കൂടി ഇടാനും അത് എന്താ പറയുക ഓക്കെ ആയിട്ട് കിടക്കും. വലിയ ബെഡ്ഷീറ്റ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്കൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അലാസ്റ്റിക് വെച്ചിട്ടുള്ള ആയതുമ്പോൾ പറയാം നല്ലൊരു കംഫർട്ടായിട്ട് കിടക്കും കേട്ടോ. പിന്നെ ഇത് പിന്നെ ബ്ലാങ്കറ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ടായിരുന്നു. 2 ആൾക്ക് തന്നെ പുതയ്ക്കാൻ പറ്റിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം നിവർത്തി വെക്കുന്നത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അറിയാനാണ്. എന്നിട്ട് താഴേക്ക് തന്നെ ഇടുകയാണ്. കാരണം നമ്മൾ വാഷ് ചെയ്തിട്ടാണല്ലോ പിന്നെ അതൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ആദ്യത്തെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, റിട്ടേൺ ചെയ്യേണ്ട. ഇനി രണ്ടാമത്തെ ബ്ലാങ്കറ്റ് കുറച്ചധികം സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നത് ഏതൊക്കെയെന്നുള്ള അറിയില്ല. അപ്പോൾ പൊട്ടിച്ചെന്നെ നോക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ തത്തയ്ക്കുള്ള ബ്ലാങ്കറ്റാണ്, അവളാണ് സെലക്ട് ചെയ്തതെന്ന് കേട്ടോ, ആ ഒരു കളറ്. അപ്പോൾ അവൾക്കുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് അവർ എന്താ പറയുക കവറൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല അത്യാവശ്യം, അതായത് ആ ഒരു റേറ്റിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഒരുപാട് റേറ്റ് ഉള്ളതല്ല കേട്ടോ. പിന്നെ ഞാൻ ആദ്യം മുതലേ എപ്പോഴും മീഷോന്ന് ഓർഡർ ചെയ്യുമ്പോൾ 300 രൂപേൻ്റെ മുകളിലേക്ക് ഇതുവരെ പോയിട്ടില്ല ഒരു സാധനങ്ങളും. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്യലില്ല. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമ്മൾ എന്താ പറയുക അതായത് ഡെലിവറി സമയത്ത് നമ്മൾ ക്യാഷ് കൊടുക്കണേക്കാളും നല്ലത് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20%, 30% എപ്പോഴും ഡിസ്കൗണ്ട് കിട്ടലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു 250 ആണെന്നുണ്ടെങ്കിൽ 30% ഡിസ്കൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 220 കൊടുത്താൽ നമുക്ക് കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ അധികം ഞാൻ അങ്ങനെ തന്നെ അപ്പം തന്നെ ചെയ്യണം. അക്കൗണ്ടിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെ അങ്ങനെ 2 ബ്ലാങ്കറ്റും ഒരു ബെഡ്ഷീറ്റും ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ടേബിൾ ഒരു ഹാളിലും ഒരു ചെറിയ ടേബിൾ ഉണ്ടല്ലോ നമുക്ക്, പിന്നെ റൂമിലൊന്നുണ്ട്. അപ്പോൾ 2ലേക്കും ടേബിൾ ഞാൻ മാറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ടേബിൾ മാറ്റ്. അപ്പോൾ 1 വന്നിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതും വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ ആ സമയത്ത് തന്നെ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു 20% ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും. അപ്പോൾ വന്ന പ്രൊഡക്റ്റൊക്കെ നല്ല തന്നെയായിരുന്നു, നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ ഞാൻ വിടാനിങ്ങനെ അത് പറഞ്ഞില്ലേ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഞാൻ എല്ലാം എത്തിയതിന് ശേഷം അതിൻ്റെ എല്ലാം ഒന്നിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്താൽ കേട്ടോ. ആദ്യം ഞങ്ങൾക്ക് വന്നത് ഈ 4 എണ്ണം ഒരുമിച്ച് വന്നു കേട്ടോ. 2 ബ്ലാങ്കറ്റും ഒരു ബെഡ്ഷീറ്റും പിന്നെ ടേബിൾ മാറ്റും കൂടെ. ഇത് 4 എണ്ണം ഒരു ദിവസമാണ് വന്നത്. പിന്നെയുള്ള എല്ലാം ഓരോ ദിവസങ്ങളിലായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കരുതി ഇന്നെല്ലാം വന്നതിന് ശേഷം ഒന്ന് കാണിച്ചു തരാൻ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ. അപ്പോൾ എല്ലാം എത്തിയതിന് ശേഷം വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് വീഡിയോ ഇത്രയും ലേറ്റായി പോയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി ഞാൻ എന്താ പറയുക കയ്യോടെ തന്നെ അങ്ങോട്ട് മെഷീനിലേക്ക് കൊണ്ടിടുകയാണ്. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലാവും. പിന്നെ എപ്പോഴും നമ്മൾ ഈ പുതപ്പ് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് കലക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്.
അങ്ങനെ അതൊക്കെ മെഷീനിൽ കൊണ്ടുപോയിട്ടു. പിന്നെ അതൊക്കെ വാഷ് ചെയ്തു. ഇനി ഒന്ന് വിരിച്ചിടണം. അത് കഴിഞ്ഞ് കുളിയായി കഴിഞ്ഞ് താഴെ എത്തിയപ്പോഴത്തേക്കും അന്ന് തന്നെ പിന്നെ ഒരു പ്രോഡക്റ്റും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 2 ബെഡ്ഷീറ്റാണ് നമ്മൾ ഓർഡർ ചെയ്ത്. അപ്പോൾ അടുത്ത ബെഡ്ഷീറ്റും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല എനിക്ക് തോന്നുന്നു ഇതൊക്കെ അലക്കിയപ്പോൾ ഒന്നുകൂടെ നല്ല കളറുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അലക്കി നമ്മൾ ബെഡിലൊക്കെ ഇട്ട സമയത്ത് ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ട് തോന്നി. വരുന്ന സമയത്ത് അത് നിവർത്തിയപ്പോഴേക്ക് അത്ര എന്തോ തോന്നിയില്ല, ഒരു ഇഷ്ടം തോന്നിയില്ല. പക്ഷേ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ബെഡിലേക്ക് ഇട്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് ഒരു ബെഡ്ഷീറ്റ് കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞു 5 4 ആദ്യം വന്നു. പിന്നെ വൈകുന്നേരത്താണ് ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ കൂട്ടുകാർ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ, എങ്ങനെ ഇഷ്ടമായിന്നോ അങ്ങനെയൊക്കെ പറയണം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ മെത്തേൽ ഇട്ടിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതും ഇട്ടിട്ട് കാണിച്ചതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസമാണ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് കയറിയപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കട്ടെ, ഇതിലെന്താണെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുറേശ്ശെ നമ്മളിങ്ങനെ ഓരോന്ന് വാങ്ങിക്കില്ലാത്തത് ഇങ്ങനെ വാങ്ങിക്കപ്പോൾ വന്ന സമയത്ത് അങ്ങനെ ഓരോന്ന് എല്ലാവരും അങ്ങനെ തന്നെ ആവുമല്ലോ. നമ്മളൊരു പുതിയ താമസവും ഇതൊക്കെ ആയിട്ട് മാറുമ്പോൾ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി ഉണ്ടാക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മളെ എന്താ പറയുക, ഒരു വുഡിൻ്റെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ചെയർ എന്നൊക്കെ പറയാം. നമുക്ക് ഇരിക്കാനുള്ളതല്ല, നമുക്ക് എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും അതിൽ അവരെ പിക്ചറിൽ കാണിക്കണത് പിന്നെ അത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ടാണ് കേട്ടോ. ഒരു ചെയറാണ്, വലിയ നമുക്ക് ഇരിക്കാൻ പറ്റുന്നതല്ല. ഇതാണ് ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് വാങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പൂജാ സ്പേസ് അവിടെ ഫോട്ടോസ് നിലവിളക്കും കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനാണ് ഇത് സെറ്റ് ചെയ്തത്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും വലിയ റേറ്റൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഇച്ചുമോളും കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. പിന്നെ അടുത്തത് തത്തേൻ്റെതാണ് കേട്ടോ. തത്തേൻ്റെ റൂമിൽ സെറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പൊക്കെ നമ്മൾ കട്ടിലില്ല, തറയിൽ ഇങ്ങനെ പാവിരിച്ചിട്ട് അതിലാണ് മെത്തിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ അത് കഴിഞ്ഞ് അടുത്തൊരു ഓർഡറും കൂടി വന്നിട്ടുണ്ട്. ഇത് വലിയൊരു ഓർഡറൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഞാൻ മീഷോയിൽ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും. ഇത് നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ വെക്കാനായിട്ട് 2 ഫ്ലവർ വാങ്ങിയതാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ഫാൻസിയിലൊക്കെ കയറുമ്പോൾ എന്തായാലും ഒരു 150 എന്തായാലും കൊടുക്കേണ്ടി വരും. 1 ചിലപ്പോൾ അത്രയൊക്കെ ഉണ്ടാവും. ഇത് 2 പോലും നമുക്ക് അത്രയും റേറ്റ് ആയിട്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വേറെ ഒന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളത് നോക്കട്ടെ. ഇത് നമ്മൾ വേറൊരു ടേബിളും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടും ടേബിൾ മാറ്റ് പറഞ്ഞതാണ് കേട്ടോ. അതായത് ടേബിളിൽ വിരിക്കുന്ന ക്ലോത്താണ്. ശരിക്കും ഇതൊരു എന്താ പറയുക, ഒരു ക്ലോത്താണ് കേട്ടോ. കഴുകാൻ പറ്റുന്ന ഒരു ക്ലോത്ത് തന്നെയാണിത്. ഇതൊരു നെറ്റിൻ്റെ പോലത്തെയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റൂമിൽ പിച്ചുമോള് പഠിക്കാനിരിക്കണതാണ് കേട്ടോ. ഇത് ഞങ്ങൾ ആദ്യം ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ബാൽക്കണീൻ്റെ അവിടെയായിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനെ ഈ എന്താ പറയുക, പക്ഷികൾ വന്നാൽ ഗ്രില്ലും അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പറയുക, അതിൻ്റെ കാഷ്ടവും കാര്യങ്ങളൊക്കെ ആ ടേബിളിലായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയതാണ്. പിന്നെ അവിടെ ഇട്ടില്ല. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് സെറ്റ് ചെയ്തത്. പിന്നെ അത് അവിടെ ഇട്ടില്ല, വേഗം റൂമിലേക്ക് എടുത്തിട്ടു. അപ്പോൾ ഈ ഒരു ടേബിൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇവിടെ ഹാളിലിരിക്കുന്ന ടേബിൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. അതിങ്ങനെ റൗണ്ടിലുള്ളതാണ്. ഇതും ഒരു വുഡിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.